രണ്ടാഴ്ചയിലൊരിക്കൽ ഫയൽ പൊസിഷൻ ബോർഡ് പ്രസിദ്ധീകരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ വർഷവും കൂടുതൽ ഫയൽ തീർപ്പാക്കുന്ന ഉദ്യോഗസ്ഥനെ പ്രശംസിക്കും. ഏറ്റവും കുറവ് ഫയൽ തീർപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെന്ന് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാഴ്ചയിലൊരിക്കൽ ഫയൽ പൊസിഷൻ്റെ ഒരു പരസ്യ ബോർഡ് RDD ഓഫീസിലുണ്ടായിരിക്കും. ഫയൽ പൊസിഷൻ അവിടെ നാട്ടുകാർക്കും ജനങ്ങൾക്കും അറിയണം. ഒരു വർഷത്തിലൊരിക്കൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ നിയമാനുസരണം ഡിസ്പോസ് ചെയ്ത ജീവനക്കാരനെ ആ ഓഫീസിൽ വെച്ച് ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കൂടെ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെ ഏറ്റവും കുറവ് ഫയൽ തീർപ്പാക്കിയ ആളിനെയും അന്ന് അവിടെ പ്രഖ്യാപിക്കും. ആരാണെന്നുള്ള വിവരം പ്രഖ്യാപിക്കും. അടിയന്തരാവസ്ഥയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് ആലോചിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലാപവും ഗാന്ധിവധവും എല്ലാം കുട്ടികൾ പഠിക്കട്ടെ, അവയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മന്ത്രി വി ശിവൻകുട്ടി സാക്ഷ്യപ്പെടുത്തി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ തെറ്റില്ല. അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപം പഠിപ്പിക്കണം. അതുപോലെ തന്നെ മുഗൾ രാജവംശക്കാരുടെ ഭരണം പഠിപ്പിക്കണം. അതുപോലെ തന്നെ RSSൻ്റെ നിരോധനം പഠിപ്പിക്കണം. മഹാത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കണം. അപ്പം അതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഞാനത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഈ ബഹുമാനപ്പെട്ട ഗവർണറുടെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുക.